ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. സാധാരണ നമ്മൾ പൊതിച്ചോറ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ വെജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ പൊതിച്ചോറാണ്. നോൺ വെജ് ഒന്നും തന്നെ ഇല്ല, കാരണം ഇതൊരു ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ. അതായത് നമ്മൾ ഹോസ്പിറ്റലുകൾക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് ഓരോ പ്രദേശത്ത് നിന്നും പൊതിച്ചോറുകൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലൊക്കെയാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ, ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഇന്നാണ് പൊതിച്ചോറ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹൃദയപൂർവ്വം വാഴയിലയിൽ ഒരു പൊതിച്ചോറ് എന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പൊതിച്ചോറിനുള്ള ഒരുക്കങ്ങളൊക്കെ തലേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് കോവയ്ക്കാണ് കേട്ടോ. കോവക്ക 4 പീസാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8:30 തന്നെ പൊതിച്ചോറ് കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ഉപ്പേരിക്കുള്ള പയറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ മസാല പുരട്ടി വെച്ചു. ചില്ലി ഉണ്ടാക്കാനാണ് കേട്ടോ. പിന്നെ അച്ചാർ ഇടാനുള്ള നാരങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ആദ്യം തന്നെ രാവിലെ സാമ്പാറിനുള്ള പരിപാടികളാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു കുക്കറിൽ പരിപ്പും പച്ചക്കറികളും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാറിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ നല്ലെണ്ണ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കടുകും വെളുത്തുള്ളിയും കൂടിയിട്ട്, കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അച്ചാർ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാൻ അച്ചാർ പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഇതെല്ലാം നന്നായിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, അതായത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ, ഉപ്പിലിട്ട നാരങ്ങയാണ്, അല്ലെങ്കിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പച്ച തന്നെയാണെങ്കിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഉപ്പിലിട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ വിനാഗിരിയാണ് ഒഴിക്കാൻ പോകുന്നത്. വിനാഗിരി ചൂട് കൊടുക്കണേ നമ്മൾ ഒഴിക്കാൻ പാടില്ല, ചൂടാറിയതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടിനെയും കാട്ടിയും കൂടുതൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് നമ്മൾ കഷ്ണത്തിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഉലുവ, ഒരു 5-6 മണി ഉലുവ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ മസാലപ്പൊടികളുടെ മണമൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അധികം വെള്ളം പാടില്ല, കാരണം ഈ ഒരു പൊതിച്ചോറ് നമ്മൾ സാധാരണ കൊണ്ടുപോകുമ്പോൾ കവറിൽ കറിയൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയൊക്കെ നന്നായിട്ട് കട്ടിയായിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പോൾ വെണ്ടക്ക ഞാനൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ, തേങ്ങയും മസാലപ്പൊടികളെല്ലാം കൂടിയിട്ടുള്ളത്, അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പുളി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഈ വെണ്ടക്ക ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്യാണ് നല്ലത്. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് കടുക് വറുത്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
എന്നിട്ട് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. ഇനി നമുക്ക് ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയൊക്കെ ആകെ കുളമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ച പയറുണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ നമ്മളിത് വേവിച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ സാമ്പാറും ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്, അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അടുക്കളയൊക്കെ ഒരു വിധമായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറൊന്ന് പാത്രത്തിലാക്കി വെക്കാം. ഒരു ബോട്ടിലാണ് ഇട്ട് വെക്കണത് കേട്ടോ. സാധാരണ ഞാൻ നാരങ്ങ അച്ചാറൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. മക്കൾക്ക് കൂടുതലും ഉപ്പിലിട്ടതാണ് ഇഷ്ടം, അച്ചാറിനോട് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ കുറച്ചധികം ദിവസം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മസാലയിൽ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഇനി വാഴയുടെ ഇല റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇലയൊക്കെ കുറച്ചൊക്കെ കീറി പോയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് 2 പൊതിച്ചോറാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടോ പറമ്പിൽ തന്നെ. അപ്പോൾ ഇനി ചില്ലി ഉണ്ടാക്കാം, കോവക്ക ചില്ലി. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മീനും ഒന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഏകദേശം 8 മണിയായിട്ടുണ്ട്. 8:30 വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇലയൊക്കെ ആവശ്യമുള്ളവർക്ക് അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഴയുടെ ഇലയൊന്നും ഇല്ലാത്തവർക്ക് അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊതിച്ചോറിനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ്. ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ പൊതിച്ചോറ് കെട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാഴയുടെ ഇലയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വാട്ടിയെടുത്തു. അപ്പോൾ ചോറാക്കുകയാണ് കേട്ടോ. എത്ര ആക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഒന്നുമില്ല, എന്നാലും ഒരു കണക്കിന് അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ. ഇനി കറി ഇതിൽ തന്നെ ഒഴിക്കാനാണ് പറഞ്ഞത്. കാരണം കവറൊന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ചോറിൽ തന്നെ ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇനിതാ ഞാൻ കോവക്ക ചില്ലി വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അച്ചാറും ഉപ്പേരിയും ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒക്കെ ഓരോരോ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊക്കെ നന്നായിട്ട് കെട്ടി വെച്ചു. അതുപോലെ തന്നെ ബാക്കി 2 പൊതിയാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത പൊതിയും ഇതേപോലെ റെഡിയാക്കിയിട്ട് കെട്ടി വെച്ചു കേട്ടോ. അങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് 2 പൊതിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നു കേട്ടോ. അവർ വന്നിട്ട് അതൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ പാഴാക്കാതിരിക്കുക. ഇതേപോലെ അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളത് നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്